ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനം അങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ധ്യാനയോഗം 33-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. അർജുന ഉവാച. അർജുനനാണ് ചോദിക്കുന്നത്. ഭഗവാനോട് ചെറിയൊരു സംശയം വന്നല്ലോ. മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണല്ലോ, അതെനിക്ക് സാധിക്കുമോ എന്നാണ് ഇവിടെ സംശയം വന്നത്. യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന, ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. മലയാളം: ഇച്ചൊന്ന സാമ്യവാദത്തിൽ ചാഞ്ചല്യം കാൺമു മാധവ, നിലനിൽപ്പില്ല എന്നാണെന്നിനവും മധുസൂദന. അർജുനൻ പറയുന്നു, മധുസൂദന, ഹേ കൃഷ്ണ, സാമ്യേന ത്വയാ പ്രോക്തഃ യഹ അയം യോഗഃ. ഈ സർവത്ര സമദർശനം എന്ന് അങ്ങ് എന്നെ ഇപ്പോൾ ഉപദേശിച്ചല്ലോ. ആ ഉപദേശിച്ച യഹ അയം യോഗഃ, ഈ യോഗമുണ്ടല്ലോ, ഏതസ്യ സ്ഥിരാം സ്ഥിതിം, ഇതിൻ്റെ സ്ഥിരമായ സ്ഥിതി, അതായത് ഇത് പ്രാക്ടിക്കലാണോ, പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നതാണോ. ചഞ്ചലത്വാത് അഹം ന പശ്യാമി, എൻ്റെ മനസ്സെപ്പോഴും ചാഞ്ചല്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല ഇതിനെ ചഞ്ചലപ്പെടാതെ സ്ഥിരമായിട്ട് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിച്ച് തരുമോയെന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു നാസ്തികൻ പറയുന്ന പോലെയല്ല, അതൊന്നും സാധിക്കില്ല എന്ന് ഭഗവാനോട് തറപ്പിച്ച് പറയുകയല്ല ചെയ്യുന്നത്. പറ്റുമോ, ഇങ്ങനൊരു കാര്യം പറ്റുമോ, ഒന്ന് എന്നെ ഉപദേശിച്ച് തരുമോ, അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് യാചിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ അർജുനൻ ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത, പ്രായോഗികമല്ലാത്ത ഒരു കാഴ്ചപ്പാടും സ്വീകരിക്കുന്ന ആളല്ല. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളിലെ വിഷയങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുക, എന്നിട്ട് മനസ്സിനെ ആത്മതത്വത്തിൽ ഏകാഗ്രമായിട്ട് ഉറപ്പിക്കുക, അങ്ങനെ സാമ്യാവസ്ഥ കൈവരിക്കുക, സർവം ആത്മമയം എന്ന തത്വം എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ കാണുക, അപ്പോഴാണ് നമുക്ക് പരമാനന്ദം അനുഭവിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഭഗവാൻ വിവരിച്ചല്ലോ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലിട്ടിട്ടുണ്ട് അർജുനൻ. ഇതൊക്കെ നമ്മുടെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ സാധിക്കുമോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വന്ന സംശയമാണ്, ഇതൊക്കെ മനസ്സ് തന്നെയാണല്ലോ ഇത് കൺട്രോൾ ചെയ്യേണ്ടത്. മനസ്സുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കൺട്രോൾ ചെയ്ത് നമുക്ക് എല്ലാം സമമാണ് എന്ന അവസ്ഥ കൈവരിക്കാൻ. അപ്പം മനസ്സിന് അതിന് പറ്റുമോ? കാരണം അത് അപ്രായോഗികമാണല്ലോ, ഇത് പറ്റാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇത് ശരിയാവുമെന്ന്. കാരണം മനസ്സെപ്പോഴും ചഞ്ചലത്വാത്, എപ്പോഴും ചഞ്ചലത്വമുണ്ട്, ഒന്നിലും ഉറച്ചു നിൽക്കില്ല. അത് മനസ്സിൻ്റെ സ്വഭാവമാണ് എന്ന് വിചാരിച്ച് ധ്യാനത്തിലൂടെ സമചിത്തത കിട്ടില്ല എന്നൊന്നും അർജുനൻ പറയുന്നില്ല കേട്ടോ. വളരെ പരിശ്രമം ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് കുറച്ച് നേരമൊക്കെ മനസ്സിനെ സാമ്യാവസ്ഥയിൽ നിർത്താനായിട്ട് സാധിക്കും. ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞ പോലെ നാമം ചെല്ലാനിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കുറേ ശ്രദ്ധ പോകുന്നുണ്ട്. അടുപ്പത്ത് അരി തിളയ്ക്കുന്നുണ്ടല്ലോ, കറിയിൽ ഉപ്പിട്ടോ ആവോ, അയ്യോ അവിടെ കെടുത്തിയോ ആരെങ്കിലും, മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ തിരിയുന്നുണ്ട്, നാമം ചെല്ലാനാണ് ഇരിക്കുന്നത്. അതുപോലെ അപ്പോൾ നമ്മുടെ മനസ്സെന്താണ്, ഇങ്ങനെ പാറി പോവുകയാണ് ഓരോ വിഷയവസ്തുക്കളിലേക്കും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് 1 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 2 മിനിറ്റ് ഒക്കെ നമ്മൾ ഒരു കാര്യവും ചിന്തിക്കാതെ ഭഗവാനെ മാത്രം ധ്യാനിച്ച്, മറ്റൊരു ചിന്തയും വരരുത് കേട്ടോ. കണ്ണടച്ചു ധ്യാനിക്കുന്നു, ഭഗവാൻ മാത്രം നമ്മുടെ മനസ്സിൽ. അങ്ങനെ 1-2 മിനിറ്റ് സാധിക്കുന്നവർ തന്നെ ഭാഗ്യവാന്മാരാണ്. കുറച്ച് കൂടുതൽ നേരം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ അങ്ങനെ ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാരോ അതിഭാഗ്യവാന്മാരുമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം മനസ്സ് അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റിയെന്ന് വരും. പക്ഷെ അങ്ങനെ ആത്മാനുഭൂതി കൈവന്നാലും ശരി, വീണ്ടും മനസ്സ് ചഞ്ചലപ്പെടില്ലേ. അപ്പോൾ വീണ്ടും തിരിച്ച് നമ്മൾ
മറ്റുള്ള പ്രവൃത്തികളിലേക്ക് തന്നെ തിരിഞ്ഞു പോയാലോ, നമ്മുടെ മനസ്സ് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യം, ക്ഷണികമല്ലേ എന്നതാണ് എൻ്റെ സംശയമെന്ന് അർജുനൻ പറയുന്നു. ഇനി അർജുനൻ ഒന്നും കൂടെ പറയാണ് എൻ്റെ സംശയം ഇതാണെന്നുള്ളത് ഒന്നും കൂടെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് 34-ാമത്തെ ശ്ലോകം. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധിബലവദ് ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. വായോരിവ സുദുഷ്കരം. മലയാളം. ചലിക്കും എൻ മാനസം കൃഷ്ണ വളർത്തും തൃഷ്ണവസ്തുവിൽ കാറ്റെന്നോണമടക്കിയിടാൻ മുറ്റും ദുഷ്കരനാണവൻ. ഹി എന്തെന്നാൽ മനഃചഞ്ചലം, മനസ്സ് സ്വതേ ചഞ്ചലപ്പെടുന്നതാണ്. പ്രമാധി ഇന്ദ്രിയങ്ങളെ ക്ഷോഭിപ്പിക്കുന്നതാണ്. ബലവത് നല്ല ബലമുള്ളത്, ശക്തിയുള്ളതാണ്. ദൃഢം വിഷയങ്ങൾ വന്നാൽ വിഷയങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. ഹേ കൃഷ്ണ തസ്യ നിഗ്രഹം അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ മനസ്സിലെ വികാരങ്ങളെ നിഗ്രഹിക്കുക എന്നുള്ളത് വായോഹോ ഇവ കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന പോലെയാണ്. കാറ്റിനെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ലല്ലോ, അതുപോലെയല്ലേ ഇതും. വിഡ്ഢിത്തരമല്ലേ എന്നൊരു സംശയം. സുദുഷ്കരം വളരെ ദുഷ്കരമാണ് എന്ന് അഹം മന്യേ എനിക്ക് തോന്നുന്ന അഭിപ്രായം ഞാൻ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ മറുപടി എന്താണെങ്കിലും ഞാൻ സ്വീകരിച്ചു കൊള്ളാം. എനിക്കൊന്ന് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് അറിയണം. പറ്റുമോ? കാറ്റിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയല്ലേ ഇതും. എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്നൊക്കെ വേർതിരിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് നിർത്തുക എന്നുള്ളത് സാധിക്കുന്ന ഒരു കാര്യമാണോ ഭഗവാനെ? അവിടെ ജിജ്ഞാസ കൊണ്ട് ചോദിക്കുക കേട്ടോ, അല്ലാണ്ട് ശാസ്ത്രത്തെ മുഴുവനായിട്ടും ഇത് മുഴുവൻ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണെന്ന് പറയുകയാണ്. മനസ്സെപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിഷയങ്ങളിലേക്കുള്ള അതിൻ്റെ വേഗതയില്ല, ഇന്ദ്രിയങ്ങൾ അതിനെ വലിക്കുന്നത് അത്രയും കഠിനമായിട്ടാണ്, അല്ലെങ്കിൽ അത്രയും വേഗത്തിലാണ്. നമ്മൾ കാറ്റിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ കാറ്റടിക്കുന്ന പോലെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിനെ. അതിൻ്റെ ശക്തി, കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി തടുക്കാനാവില്ലല്ലോ. അതാണ് അതിൻ്റെ ബലവത് എന്ന് പറഞ്ഞത്. ഇനി ഒന്നിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാലോ അതിൽ നിന്ന് നമ്മൾക്ക് അതിനെ മാറ്റിയെടുക്കാൻ, ഇപ്പോൾ പശ വെച്ച് ഒട്ടിച്ചൊരു സാധനം തിരിച്ച് വലിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ശക്തി പ്രയോഗിക്കണമല്ലോ. അതുപോലെയാണ്, അവിടെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതിനെ പറിച്ചെടുക്കാനും പറ്റില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ ഏകാഗ്രമാക്കിയിട്ട് നിർത്താമെന്ന് പറയുന്നത്? അപ്പോൾ മനസ്സിനെ കാറ്റിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത പോലെ തന്നെ മനസ്സിനെയും നിയന്ത്രിക്കാൻ വളരെ ദുഷ്കരമല്ലേ? അതിന് വല്ല ഉപായം ഉണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് പറഞ്ഞു തരൂ. യാചിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഹേ കൃഷ്ണ, കർഷതി ഇതി കൃഷ്ണ എന്നാണ്. സർവ്വജീവികളെയും തന്നിലേക്ക് ആകർഷിക്കുകയാണ്. മനസ്സിനെ വശീകരിക്കാനുള്ള ഉപായം അറിയാണ്ടിരിക്കില്ലല്ലോ ഭഗവാന്. അതുകൊണ്ട് ഈ കാര്യത്തെപ്പറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നതെന്ന് ദയവ് ചെയ്ത് എന്നെ ഉപദേശിച്ചു തരൂ. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുണ്ടാവുന്ന നമ്മളെപ്പോലെയുള്ള ഒരാളാണല്ലോ അർജുനൻ. അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്കുണ്ടാവുന്ന ഒരു സംശയമാണ്, എങ്ങനെ സാധിക്കുന്നത്? മനസ്സിനെ മുഴുവനും കൺട്രോൾ ചെയ്യുക, എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നും മാറ്റി ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിന് സാധിക്കുമോ എന്നാണ് സംശയം. ഇനി 35-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഉത്തരം കൊടുക്കുകയാണ്. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. മലയാളം. ഒട്ടേറെ വിഷമം തന്നെ ചെറ്റടക്കാൻ മനസ്സിനെ വിരക്തനായി വീണ്ടും വീണ്ടും അഭ്യസിച്ചാലടക്കിടാം. ഭഗവാൻ പറയുന്നു, മഹാബാഹോ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. വീരനായ അർജുന, മനഃ ദുർനിഗ്രഹം ചലം അസംശയം.
മനസ്സിനെ അടക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. നീ പറഞ്ഞത് സത്യം തന്നെയാണ്. എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു സ്വഭാവമാണ്, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. എന്നാലും കൗന്ദേയ, ഹേ കുന്തിപുത്ര, അഭ്യാസേന അഭ്യാസം കൊണ്ടും വൈരാഗ്യേണച്ച വൈരാഗ്യം കൊണ്ടും ഗുഹ്യതേ മനസ്സിനെ നിരോധിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഭഗവാൻ അർജുനനെ നന്നായിട്ടറിയാം. വീരശൂര പരാക്രമിയാണ്, ധീരനാണ്, സാഹസികനാണ്, നല്ല തൻ്റെ ക്ഷത്രിയ കാര്യങ്ങളിൽ വളരെ ചുറുചുറുക്കുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളോടാണ് ഭഗവാൻ സംസാരിക്കുന്നത്. ഭഗവാന് നന്നായിട്ടറിയാം. അപ്പോൾ ഭഗവാൻ മനസ്സിനെ നിശ്ചലമാക്കിയാൽ ആത്മസാക്ഷാത്കാരം നേടാമെന്ന് പറയണു. മനസ്സിനെ നിശ്ചലമാക്കാനാവില്ല എന്ന് അർജുനനും പറയണു. ചെറിയൊരു തർക്കമാണല്ലേ അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആദ്യം അർജുനൻ വിദ്യാർത്ഥി പോലെയാണല്ലോ. അപ്പോൾ അർജുനൻ പറയുന്നത് ആദ്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു. ഭഗവാൻ സമ്മതിച്ചു കൊടുക്കുന്നു. ശരിയാണ്, നീ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്, നീ പറഞ്ഞത് ശരിയാണ്. മനസ്സിനെ അടക്കുക എന്ന് പറയണത് അത്ര എളുപ്പമല്ല. കാരണം അത് എവിടെയും ഉറച്ചു നിൽക്കാത്തതാണ്, കാറ്റ് പോലെ തന്നെ എപ്പോഴും ഓടിച്ചാടി നടക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു വളരെ വലിയ ശത്രുവാണ് ഈ മനസ്സ് എന്ന് പറയണത്. എങ്കിലും ഒരു ശത്രുവിനെ ജയിക്കുന്നതിലാണല്ലോ ഒരു വീരൻ്റെ ശൗര്യം നമ്മൾ ദർശിക്കുന്നത്. അതുപോലെ തന്നെ അടക്കാൻ പറ്റില്ലേ, എന്നാൽ ഞാൻ അടക്കി കാണിച്ചു തരാം എന്ന രൂപത്തിൽ അതിനെ എടുക്കണം. അഭ്യാസ വൈരാഗ്യങ്ങൾ വഴി മനസ്സിനെ സ്വാധീനത്തിൽ കൊണ്ടുവന്ന് നിശ്ചലമാക്കാൻ നിനക്ക് തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ വിഷയത്തോട് ആഭിമുഖ്യം വരുമ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള ഫലങ്ങൾ വരും. പക്ഷെ അപ്പോൾ ആ വിഷയങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ പിന്നെ അവിടെ ഫലം കാത്തു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മനസ്സ് അങ്ങനെ നമ്മൾക്ക് മനസ്സിൽ നിന്ന് നമ്മളുടെ വിഷയങ്ങളെ മുഴുവനും മാറ്റി ചെയ്ത് അല്ലെങ്കിൽ അനുഭവിച്ച് അത് തീർത്താൽ ഒരു വൈരാഗ്യം കൈവരും. അപ്പോൾ അഭ്യാസവും വൈരാഗ്യവും എന്നാണ് പറയണത്. അഭ്യാസം എന്ന് പറയുമ്പോൾ ചിത്തവൃത്തി കൊണ്ട് തടയപ്പെടാതെ അതിങ്ങനെ ചെയ്ത് അഭ്യസിച്ച് കൊണ്ടിരിക്കുന്നതാണ് ആവർത്തിക്കുക, വീണ്ടും ആവർത്തിക്കുക, അതാണ് അഭ്യാസം. പക്ഷേ ആ വിഷയങ്ങൾ ദോഷങ്ങളാണ് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് തനിക്കൊന്നും സാധിക്കുന്നില്ല അല്ലെങ്കിൽ തനിക്ക് യാതൊരു ഫലവും ഇല്ല എന്ന് മനസ്സിലാക്കി വീണ്ടും ചെയ്ത് തീർക്കല്ലേ. അങ്ങനെ ചെയ്തതുകൊണ്ട് തനിക്ക് ഒരു ഗുണവുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ വൈരാഗ്യം വരും. വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ദൃഢത വരും. അപ്പോൾ സന്യാസത്തിലേക്ക് മെല്ലെ ഒരു പടി നമുക്ക് വയ്ക്കാം. വൈരാഗ്യം വളർന്നു കഴിഞ്ഞാൽ ധ്യാനത്തിലൂടെ സാധിക്കും. അപ്പോൾ ആ ധ്യാനത്തിലൂടെ വൈരാഗ്യം കിട്ടുക എന്നുള്ളതാണ് വേണ്ടത്. നിനക്ക് സാധിക്കുമോ അർജുന? യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ചെറിയൊരു സംശയം, വൈരാഗ്യം വന്നിട്ട് നമ്മൾക്ക് അഭ്യാസം തുടങ്ങണോ അതോ ആദ്യം തന്നെ നമ്മൾ അഭ്യാസം തുടങ്ങണോ? അപ്പോൾ അഭ്യാസേനത്തു കൗന്ദേയ വൈരാഗ്യേണ ച, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അഭ്യാസമാണ് ആദ്യം തുടങ്ങേണ്ടത് എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒന്ന് വിശദമായിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ചർച്ച ചെയ്താൽ മതി. സ്വന്തം അവനവൻ്റെ മനസ്സിലിട്ട് ചർച്ച ചെയ്താൽ മതി. ഏത് കാര്യത്തിലും നമ്മൾ ഇറങ്ങുമ്പോൾ, ഇപ്പോൾ ഒരു കച്ചവടം ചെയ്യുകയാണ്, അതിനിറങ്ങുന്നു, അത് നഷ്ടത്തിലായിപ്പോയി. അപ്പോൾ നമ്മൾ നിരാശപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. ലാഭകരമാക്കാൻ എന്താണ് വഴി, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോഴും എന്തെങ്കിലും മറ്റ് ദോഷങ്ങൾ വരുമ്പോഴും നമ്മൾ അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്ന് സ്വന്തമായിട്ട്, ഞാനതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ ഒരാളോട് വൈരാഗ്യം വെച്ച് പുലർത്തുകയാണ്, അപ്പോൾ നമ്മളാണോ തെറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സ്വന്തം മനസ്സിനോട് ചോദിച്ച് നമ്മൾ അതിൽ നിന്ന് മുക്തി നേടുന്ന, അതേപോലെ തന്നെ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ജീവിതത്തിൻ്റെ മഹിമയെ പറ്റിയിട്ടും ധാർമ്മിക മൂല്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ബോധം കിട്ടും. അപ്പോൾ ആത്മനിയന്ത്രണം സാധിക്കും. മെല്ലെ ആത്മനിയന്ത്രണം സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വിധത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെക്കുറിച്ചിട്ട് നമ്മൾ എപ്പോഴാണോ ബോധവാന്മാരാകുന്നത്
അപ്പം മുതലാണ് നാം അഭ്യാസത്തിൻ്റെ മാർഗത്തിൽ, അതായത് അതുകൊണ്ട് വേണമല്ലോ ഈ പലതരം കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അതിനെ മറികടക്കാൻ. അതിനെയാണ് അഭ്യാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ വൈരാഗ്യം കൈവരും. അപ്പം വെറുതെ നമുക്ക് എനിക്കിത് ചെയ്യാൻ വയ്യ എന്നുള്ളത് കൊണ്ട് വിഷയങ്ങളിൽ നിന്ന് പിന്മാറരുത്. അത് നമ്മൾക്ക് മനോവീര്യം കെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ അഭ്യാസം കൊണ്ട് ചെയ്ത് അതിൽ വൈരാഗ്യം വരണം. അഭ്യാസം കൊണ്ട് ദൃഢത വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് വൈരാഗ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ നിനക്ക് സാധിക്കും. ഇതുകൊണ്ടെല്ലാം നിനക്ക് ഇത് നേടാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടെ പറഞ്ഞു. നിൻ്റെ സംശയം ഇതായിരുന്നല്ലോ, ഞാനത് ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. അപ്പം ഇങ്ങനെ വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞ് യോഗസിദ്ധിക്ക് എന്തായാലും ശരി മനസ്സംയമനം മസ്റ്റാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ കുറച്ചും കൂടെ ഇത് തന്നെ വിവരിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മൾ 35 ശ്ലോകമാണ് ചൊല്ലിയിരിക്കുന്നത്. 36ാമത്തെ അടുത്ത ദിവസം ചൊല്ലാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.